ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D. അപ്പോൾ ഗേസ്, നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്സിൻ്റെ ഒരു കിടുക്കാച്ച് മിത്ത് ബസ്റ്റിംഗ് വീഡിയോ ആയിട്ട്. നമ്മൾ ഇന്നൊരു മിത്ത് ബസ്റ്റിംഗ് വീഡിയോ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂൺ ഗ്രാവിറ്റി ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഫ്ലൈറ്റിനകത്ത് സ്പോൺ ചെയ്ത് വച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്ന മിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്ലൈറ്റ് പറത്തി കൊണ്ടുപോയിട്ട് ആകാശത്ത് വെച്ച് കൺട്രോൾ ഇട്ടാലും താനെ ഇത് വെച്ച് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമെന്ന് നമുക്ക് ഇതില്ലാതെ. ഈ ഫാൻ ഓഫായി കിടന്നാലും നമുക്കിത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയണത്. ആദ്യമേ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ പ്ലെയിൻ ഇങ്ങനെ ആയിപ്പോയി നിൽക്കി. പ്ലെയിൻ നേരെ നമുക്ക് വീണ്ടും കാണാം. ഇതെന്തൊരു പ്ലെയിൻ നേരെ. ഈ മിത്ത് നമുക്ക് നോക്കാൻ ശകലം പാടാണ് ഗേസ്. നമ്മളിത് കഷ്ടപ്പെട്ടാണ് നോക്കണം. ഈ മൂൺ ഗ്രാവിറ്റി പ്ലെയിൻ ഓട്ടിക്കാൻ ശകലം പാടാണ്. നമ്മളിന്ന് വീണ്ടും ഇത് മിത്ത് വർക്കാവാൻ ചാൻസ് കുറവാണ്. മൂൺ ഗ്രാവിറ്റി പ്ലെയിൻ ഓട്ടിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ പറ്റുന്നുണ്ട്. ഇത് ശകലം പാടാണ് ഗേസ്. നമുക്ക് ഞാൻ ശ്രമിക്കാം. അവർ പറഞ്ഞെന്നു പറഞ്ഞാൽ നമുക്ക് ഈ പ്ലെയിനിനെ മിഡ് എയറിൽ കൊണ്ടുവന്ന് നമുക്ക് ഈ വിങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി താനെ പോകും. നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വിങ് കറങ്ങണില്ല. പക്ഷേ ഈ ജോയ്സ്റ്റിക്ക് ചാക്കുന്നതിനനുസരിച്ച് പ്ലെയിന് പോവുകയാണ്. അത്രയ്ക്ക് സ്പീഡില്ലെങ്കിലും വണ്ടി പോവുകയാണ്. അപ്പോൾ ഈ മിത്ത് കൺഫേംഡ്. അപ്പം നമുക്ക് അടുത്ത മിത്ത് ട്രൈ ചെയ്യാം. ഈ പ്ലെയിൻ ഒന്ന് താഴെ ഇറക്കിയിട്ട് നമുക്ക് അടുത്ത മിത്ത് ട്രൈ ചെയ്യാം. അടുത്ത മിത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് അടിച്ചിട്ട് നമ്മൾ ഡൈനോസറിൻ്റെ അടുത്ത് ഡൈനോസർ നമ്മളെ കടിക്കില്ലെന്നാണ് പറയുന്നത്. ട്രൈ ഡൈനോസർ കടിക്കൂല. നമുക്ക് ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഗേസ്, നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഡൈനോസറിൻ്റെ അടുത്ത് പോയി ഡൈനോസർ നമ്മളെ കടിക്കില്ലെന്നാണ് പറയുന്നത് മിത്ത്. നോക്കാം. ജുറാസിക് പാർക്ക് ശാലം ദൂരെയായിപ്പോയി. പറന്ന് വന്ന സ്പീഡ് കാരണം. ജുറാസിക് പാർക്ക് അതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അവിടെ പോവാം. ജുറാസിക് പാർക്ക് പോയാൽ അറിഞ്ഞുകൊണ്ട് കേസ് നമ്മൾക്ക് നോക്കിയിട്ട് വരാം. ജുറാസിക് പാർക്ക് എവിടെയാണ്? അതാണ്ട് എത്തി കേസ് ഫൈനലി. നേരത്തെ മിത്ത് കൺഫേം. നമ്മൾ ബൈക്ക് പറക്കണം. ആണ് കേസ്, നോക്ക് ബൈക്ക് പറക്കണു. കുഞ്ഞു കൺട്രോൾ ബൈക്ക് പറക്കും. നമുക്ക് പുതിയൊരു മിത്ത് നോക്കാം. ബൈക്കിൻ്റെ ഇതെന്തൊരു വേറെ മിത്തെന്തൊക്കെ ആയി. നമുക്ക് മിത്ത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു ബൈക്ക് സ്പോൺ ചെയ്യിപ്പിക്കാം. ഏത് ബൈക്ക് എടുത്താൽ 0015 ബൈക്ക് വരുമല്ലോ, ആ ബൈക്ക് സ്പോൺ ചെയ്യിപ്പിക്കാം. നമുക്കിന്ന് ഡൈനോസറിൻ്റെ അടുത്ത് പോയി നോക്കാം. ഡൈനോസറിൻ്റെ അടുത്ത് പോയി ഡൈനോസർ കൊല്ലാൻ നോക്കാം. ഡൈനോസറിനെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇന്ത്യൻ ബൈക്സിൽ.
സ്റ്റോറി മോഡ് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. അതാണ്ട് ടീറക്സ് കൊല്ലാമ്പോ അയ്യോ ബ്രേക്ക് ഇല്ല വണ്ടിക്ക്. അയ്യോ എന്ത് കിട്ടി എനിക്ക് കേസ് ബൈക്കിലേക്ക് ബ്രേക്ക് ഇടണം. നമ്മൾ മൂങ്കിലായിട്ട് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടാണ് ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ചത്തുപോയി നമുക്കങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ജുറാസിക് പാർക്കിന് അവർ പറഞ്ഞ മിത്ത് സ്വിച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ബഗ് വരണം. നമ്മൾ മരിച്ചു പോയിരിക്കുകയാണ് ഫൈനലി. നമുക്ക് അടുത്ത മിത്ത് ഡൗൺലോഡ് ബെസ്റ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് 100 ആണ്. എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കേണ്ടതാണ്. നമ്മൾ ലൈക്ക് ടാർഗറ്റ് ചെയ്ത് ആദ്യത്തെ വീഡിയോ ഉണ്ട്. ഇനിയും വീഡിയോ വേണമെന്നുള്ളവർ ഇതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുകയാണ്. നമുക്ക് ബൈക്ക് സ്പോൺ ചെയ്യിപ്പിക്കാം. നിങ്ങൾക്കറിയാവുന്ന മിത്തും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്റ്റോറി മോഡ് വീഡിയോ വേണമെന്നുള്ളവരും കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് 100 ആണ്. 100 അല്ല 50 ലൈക്സ്. എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കേണ്ടതാണ്. ഈ മൂൺ ഗ്രാവിറ്റി പോയില്ല. ഈ മൂൺ ഗ്രാവിറ്റി കിടക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് മൂൺ ഗ്രാവിറ്റിയെ ഡീആക്ടിവേറ്റ് ചെയ്യാം. മൂൺ ഗ്രാവിറ്റിയാണ് ഏറ്റവും കൂടുതലായത്. മൂൺ ഗ്രാവിറ്റി നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫൈനലി മൂൺ ഗ്രാവിറ്റി ഡീആക്ടിവേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ബൈക്ക് കൂടെ പോയി ക്യാമറ കൊണ്ടൊന്നും കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് മിത്ത് നോക്കാം. എൻ്റെ ബൈക്ക് കുഴപ്പമില്ല. നമുക്ക് വേറെ ഒരു ബൈക്ക് സ്പോൺ ചെയ്യിപ്പിക്കാം. ഇതേപോലെ ബൈക്ക് നമ്മൾ സ്പോൺ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ മെത്തും കൂടെ കഴിഞ്ഞ് നമുക്ക് നിർത്താം. ഇതെന്തൊരു ഗെയിം മൊത്തം ബഗ്ഗായിപ്പോയി. ജുറാസിക് പാർക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പാട്. ചില പോരായ്മകളൊക്കെ കാരണം ഒന്ന് ക്ഷമിക്കേണ്ടതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അത്രയും എക്സ്പീരിയൻസ് ഒന്നുമില്ല. എല്ലാവരും ഒന്ന് സഹിക്കേണ്ടതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കിതൊക്കെ സെറ്റാക്കാം. എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണേണ്ടതാണ് പ്ലീസ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടോട് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ എടുക്കാം. എന്തൊക്കെയാണ് എൻ്റെ തെറ്റെന്ന് എന്തോന്നൊക്കെയാണ് എൻ്റെ തെറ്റെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണേ. ഓരോ ആൾക്കാർ ഓരോ കമൻറ്റ് ചെയ്താൽ മതി. എല്ലാവരും കൂടെ ഒരു കമൻറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഒരു സബ്സ്ക്രൈബറുള്ളൂ, പ്ലീസ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ഷോ യുവർ സപ്പോർട്ട്. നമുക്ക് റോഡ് ടു 10 ആണ്. 10 സബ്സ്ക്രൈബേഴ്സ്. 1 ആയോളൂ, ഇനി 9 സബ്സ്ക്രൈബേഴ്സ് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്തും അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ വീഴാണ്. നമുക്ക് ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുക്കാം. അതിലാകുമ്പോൾ നല്ല ബാലൻസ് കിട്ടും. ഗെയിം ലാഗ് ഉണ്ടോയെന്നൊന്ന് പറയണേ. അടുത്ത പ്രാവശ്യം ലാഗ് മാറ്റാം. എനിക്ക് തോന്നുന്നുണ്ട് ചെറുതായിട്ട് ലാഗ് ഉള്ളതുപോലെ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഗോസ്റ്റ് റൈഡർ ബൈക്കാകുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും വീഴില്ല. ഗെയ്സ്, അപ്പോൾ നമുക്ക് ഈ മോഡ് മാറ്റിയിടാം. ജുറാസിക് പാർക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് വീഡിയോയുടെ ലെങ്ത് കൂടുമെന്ന് പറഞ്ഞുകൂടാ. ഇപ്പം നമുക്ക് സെറ്റാക്കാം. ജുറാസിക് പാർക്കിൽ ചെന്നിട്ട് ഈ മിത്തും കൂടെ ബക്ക് ചെയ്തിട്ട് നമുക്ക് നിർത്താം. പറയണത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് എടുത്തിട്ട് നമ്മൾ ഡൈനോസറിൻ്റെ അടുത്ത് പോയി ഡൈനോസർ കടിക്കില്ലെന്ന്. അപ്പോൾ ഗെയ്സ്, നമുക്ക് നോക്കാം. നമ്മളങ്ങനെ പോവുകയാണ്. ഓക്കെ, ഫോൺ എടുത്തിട്ട് ഇൻഫിനിറ്റി ഹെൽത്ത് തട്ടിയിട്ട് ഓക്കെ, അങ്ങനെ ഫൈനലി അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഫോൺ എടുത്ത് വയ്ക്കാതെ മിത്ത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കൂടുതൽ മെത്ത് അറിഞ്ഞുകൂടാ.
ഇവർ പറയണത് അങ്ങനെയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊന്ന് മിത്താണ് ട്രൈ ചെയ്യണം. ആ ഒരു സ്പൈനോസോറസ് എൻ്റെ അടുത്ത് പോവാം, കടിക്കാൻ നോക്കാം. ഡൈനോസർ ബാ. ഗേസ് ഈ മിത്ത് കൺഫേം ആണ്. ഗേസ് ഈ മിത്ത് കൺഫേം. നമുക്കിനി ഇൻഫിനിറ്റി ഹെൽത്ത് ഡീആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഇൻഫിനിറ്റി ഹെൽത്ത് ഡീആക്ടിവേറ്റ് ചെയ്ത് പഠിച്ച ഈ സത്യം. ഗേസ് അപ്പം ബൈ ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.